ഹലോ, അസ്സലാമു അലൈക്കും. ലക്ഷദ്വീപുകാരനാണ്. ഞാനിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനുണ്ടായ കാരണം വേറൊന്നുമല്ല. കുറച്ച് ദിവസങ്ങളായിട്ട് നമുക്കറിയാം, സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് സേവ് ബിത്ര എന്നുള്ളത്. ലക്ഷദ്വീപിലെ ജനവാസമുള്ള ഏറ്റവും ചെറിയൊരു ദ്വീപ് കൂടിയാണ് ബിത്ര ദ്വീപ്. ലക്ഷദ്വീപിലേക്ക് വന്നവരും വന്നിട്ട് പോയവരും ഒരുപോലെ പറയും ലക്ഷദ്വീപ് സമാധാനത്തിന്റെയും ശാന്തിയുടെയും നാടാണെന്നുള്ളത്. എന്നാൽ നമ്മുടെ സമാധാനം കെടുത്താൻ വേണ്ടിയിട്ട് കുറച്ച് വർഷങ്ങളായിട്ട് നമ്മുടെ ഇടയിലേക്ക് കടന്നു വന്ന ധിക്കാരിയായ ഭരണാധികാരിയെ കുറിച്ച് നമ്മൾ അറിയണം. ഏകദേശം 3-4 വർഷങ്ങളായിട്ട് ഇവിടുത്തെ ജനങ്ങൾ എങ്ങനെ ജീവിക്കണം, എന്ത് കഴിക്കണമെന്ന് തീരുമാനിക്കുന്നത് ഇവിടുത്തെ അഡ്മിനിസ്ട്രേറ്ററാണ്. ഇത് തീരുമാനിക്കാനുള്ള കാരണങ്ങൾ എന്താണ്? നമുക്ക് മുന്നിൽ നിൽക്കാൻ ഒരാളില്ല എന്നുള്ളതാണ്. മുന്നിൽ നിൽക്കാൻ ആളില്ലെങ്കിൽ ഈ 10 ദ്വീപിലെ ജനവാസമുള്ള 10 ലക്ഷദ്വീപിലെ 10 ദ്വീപിലെയും ജനങ്ങൾ മുന്നിട്ടിറങ്ങണം. നമ്മൾ വോട്ട് കൊടുത്ത് വിജയിപ്പിച്ച് നമ്മുടെ നാടുകളിലേക്ക് നമ്മളെ കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട്, നമ്മുടെ കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മുന്നിൽ നിർത്തിയവർ സംസാരിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ മുന്നിലേക്ക് ഇറങ്ങണം. നമ്മൾ ഇന്ന് ഇറങ്ങിയില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു കാര്യത്തിന്റെ പേരിൽ മാത്രമല്ല കേട്ടോ, ഒരു ബിത്ര ദ്വീപിന് മാത്രമല്ല ഇത് സംഭവിക്കുക. ലക്ഷദ്വീപിലെ മറ്റ് 9 ദ്വീപുകളിലും ഇത് സംഭവിച്ചു കൊണ്ടേയിരിക്കും. നാളെ നമ്മളെ മക്കൾ ഇവിടെ ജീവിക്കണം, സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിക്കണം. നമ്മൾ എങ്ങനെയാണോ ഇവിടെ ജീവിച്ചത്, നമ്മുടെ മാതാപിതാക്കളെ എങ്ങനെയാണോ നമ്മൾ ഇവിടെ ജീവിപ്പിച്ചത്, അതുപോലെ തന്നെ നമ്മൾ നമ്മളെ മക്കളെ ഇവിടെ ജീവിപ്പിക്കണം. ഈ ഒരു മണ്ണ് ഒരുത്തനും അവകാശപ്പെട്ടതല്ല. അങ്ങനെ ഒരു അവകാശവും ഒരുത്തനും ഇല്ല ഈ ഒരു മണ്ണിൽ. ഇവിടുത്തെ അവകാശികൾ നമ്മളാണ്. ബിത്രാദ്വീപ് ജനങ്ങളെ കുടിയൊഴിപ്പിക്കാൻ വേണ്ടി ഡിഫൻസിന്റെ പേരും പറഞ്ഞുകൊണ്ടാണ് അവിടെയുള്ള ജനങ്ങളെ കുടിയൊഴിപ്പിക്കുന്നത്. ആൾതാമസമില്ലാത്ത എത്രയോ ദ്വീപ് ഇവിടെ കിടക്കുന്നുണ്ട്. ഡിഫൻസിന് വേണ്ടിയിട്ട് നിങ്ങൾ ഡെവലപ്മെന്റ് ചെയ്തെടുത്തോ, ഉണ്ടാക്കിയെടുത്തോ, ആരെങ്കിലും എന്തെങ്കിലും പറയോ? ഒന്നും പറയൂല. പക്ഷെ നിങ്ങൾക്ക് അതൊന്നും വേണ്ട. ലക്ഷദ്വീപിലെ ജനങ്ങൾ താമസിക്കുന്നിടത്ത് നിങ്ങൾക്ക് വന്നിട്ട് ഡിഫൻസിനും മറ്റേതിനും മറിച്ചതിനും എന്തിനു വേണമെങ്കിലും കൊടുക്കാൻ പറ്റും. എന്താ നിങ്ങൾ മറ്റുള്ള ഐലൻഡ് നോക്കാത്ത? തൊട്ടടുത്ത് തിണ്ണകര ഐലൻഡ് ഉണ്ടല്ലോ. ലക്ഷദ്വീപ് ഭരണകൂടം അവിടെ ടൂറിസം നടപ്പിലാക്കുന്നുണ്ട്. അവിടെ എന്താ ഡിഫൻസിന് പറ്റൂലേ? തൊട്ടടുത്ത് ബംഗാർ ഐലൻഡ് ഇല്ലേ, അവിടെ പറ്റൂലേ? ഇവിടെ ഒന്നും ഞങ്ങൾക്ക് പോകാനുള്ള പെർമിഷൻ നിങ്ങൾ ഇടക്കിടക്ക് തരാറില്ലല്ലോ. പിന്നെന്താ നിങ്ങൾക്ക് അവിടെ ഡെവലപ്മെന്റ് ചെയ്തെടുത്താൽ? നിങ്ങളുടെ പ്രശ്നം അതൊന്നുമല്ല. ഞങ്ങൾ ഇവിടെ ജീവിക്കുന്നവര് പച്ചയായ മനുഷ്യരായതുകൊണ്ടും ഞങ്ങൾ മുസ്ലിംസ് ആയതുകൊണ്ടുമാണ്. എനിക്ക് ചോദിക്കാനുള്ളത് ലക്ഷദ്വീപിലെ ജനങ്ങളോടാ. നമ്മൾ എന്ത് ചെയ്തു? ബിത്രയ്ക്ക് വേണ്ടി നമ്മൾ എന്ത് ചെയ്തു? ലക്ഷദ്വീപിലെ 9 ദ്വീപുകളിൽ ജനങ്ങളുണ്ട്, ജനവാസമുള്ള ദ്വീപുകളിൽ ജനങ്ങളുണ്ട്. നമ്മൾ എന്ത് ചെയ്തു? ബിത്രയ്ക്ക് വേണ്ടി എന്ത് ചെയ്തു? ലക്ഷദ്വീപിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ എന്തിന് ചെയ്യണം അല്ലേ? നമ്മൾ ആർക്ക് വേണ്ടി ചെയ്യണം അല്ലേ? നമുക്ക് സംസാരിക്കാൻ പേടിയാ, നമുക്ക് ഭരണാധികാരികളോട് സംസാരിക്കാൻ പേടിയാ, അവർക്കെതിരെ നമുക്ക് സമരം ചെയ്യാൻ പേടിയാ. എന്തിന് പേടിക്കണം? ജീവിക്കുകയാണെങ്കിൽ ആണായിട്ട് ജീവിക്കണം, മരിക്കുവാണെങ്കിൽ അന്തസ്സായിട്ട് നാടിന് വേണ്ടി മരിക്കണം. ഷഹീദിന്റെ കൂലി കിട്ടും. മനസ്സിലായല്ലേ? നമ്മളൊക്കെ ജീവിക്കണോ, ഈ മണ്ണിൽ ജീവിക്കണം. നമ്മൾ എന്തേ ഒന്നും പറയാത്തെ? നമുക്ക് പേടിയാ. പറയുന്നവൻ പോയി അകത്ത് കിടന്നാ പുറത്തുനിന്ന് ഒരുത്തനും വരൂല അവനെ ഇറക്കാൻ വേണ്ടിയിട്ട്. വരുമോ? ആർക്ക് പോയി? എന്റെ കുടുംബത്തിന് പോയി. ഞാൻ അകത്ത് പോയാൽ എന്റെ കുടുംബത്തിന് പോയി, ഒരുത്തനും വരൂല എന്നുള്ള ഉറച്ച വിശ്വാസം എനിക്കുണ്ട്. ഇനി അങ്ങനെ വന്നാൽ തന്നെ അൽഹംദുലില്ലാ. പക്ഷെ എനിക്ക് മേലെ ആകാശം ഭൂമി താഴെ, നിങ്ങൾക്കും അങ്ങനെയാണ്. ഞാൻ ഇന്നല്ലെങ്കിൽ നാളെ മരിക്കും എന്നുള്ള ഒരു ഉറപ്പിലാണ് ഞാൻ ഇവിടെ ജീവിക്കണത്. 10, 70, 100, 150, 300 കൊല്ലമൊന്നും നമ്മളിവിടെ ജീവിക്കൂല. പക്ഷെ ജീവിക്കുന്ന കാലത്ത് നമ്മൾ മനുഷ്യരായിട്ട് ജീവിക്കണം. മനുഷ്യനെ മനുഷ്യനായിട്ട് കാണണം. പറയേണ്ടടുത്ത് നമ്മൾ പറയണം, പ്രവർത്തിക്കേണ്ടടുത്ത് നമ്മൾ പ്രവർത്തിക്കണം. അങ്ങനെ പ്രവർത്തിച്ചില്ല എന്നുണ്ടെങ്കിൽ അതിന്റെ പേരിൽ നമ്മൾ ദുഃഖിക്കേണ്ടി വരുമോ? ഞങ്ങൾ ഇവിടെ എങ്ങനെ ജീവിക്കുന്നു? ഞങ്ങൾക്ക് നല്ലൊരു യാത്രാ സംവിധാനങ്ങളുണ്ടോ? നല്ലൊരു ഹോസ്പിറ്റലുണ്ടോ? ചികിത്സാ സംവിധാനങ്ങളുണ്ടോ? ഞങ്ങൾക്ക് എന്തെങ്കിലും മേജറായിട്ടുള്ള ആക്സിഡന്റ് വരുമ്പോൾ നമ്മൾ ഇവിടെ നിന്ന് എയർ ആംബുലൻസും വിളിച്ച് പോകണം. ഇതിനുള്ള സംവിധാനങ്ങളൊന്നും കണ്ടെത്താതെ ലക്ഷദ്വീപ് ഭരണകൂടം ജനങ്ങൾക്ക് മേൽ അടിച്ചേൽപ്പിക്കുന്ന ഈ നടപടികൾ നിർത്തണം. അതിനു വേണ്ടിയിട്ട് നമ്മൾ പൊരുതണം, നമ്മൾ പറയണം, നമ്മൾ മുന്നിട്ടിറങ്ങണം. എൻ്റെ ജനങ്ങളോടാണ് ഞാൻ പറയണത്, നമ്മൾ മുന്നിട്ടിറങ്ങണം. നമ്മുടെ നിലനിൽപ്പിന് വേണ്ടി നമ്മൾ ഒറ്റക്കെട്ടായി നിൽക്കണം. ഇതിൽ പാർട്ടി നോക്കേണ്ട കാര്യങ്ങളില്ല. ഒരു നാടിന് ആവശ്യം വരുമ്പോൾ നമ്മൾ പാർട്ടി നോക്കേണ്ട ആവശ്യമില്ല. ജനങ്ങൾ ഒറ്റക്കെട്ടായി നിൽക്കണം. നമ്മൾ എന്തിനാ പാർട്ടി നോക്കുന്നത്? പാർട്ടി നോക്കാൻ എത്രയോ കാര്യങ്ങളുണ്ട്. ഇതൊരു നാടിന്റെ നിലനിൽപ്പാ, നമ്മുടെ നിലനിൽപ്പാ. ഇതിനു വേണ്ടിയിട്ട് നമ്മൾ ഒന്നിച്ചു നിൽക്കണം. പാർട്ടികൾ നോക്കരുത്. എല്ലാ പാർട്ടിക്കാരും ഇതൊരു നാടിന് വേണ്ടി എന്നുള്ള രീതിയിൽ മുന്നിട്ടിറങ്ങണം എന്നാണ് എൻ്റെ ഒരു ചെറിയ അഭിപ്രായം. ഞാൻ ഈ നാട്ടിലെ ഒരു സാധാരണക്കാരനായതുകൊണ്ട് എൻ്റെ ചെറിയ അഭിപ്രായം ആട്ടോ. യോജിക്കുന്നവർക്ക് യോജിക്കാം, വിമർശിക്കുന്നവർക്ക് വിമർശിക്കാം. നമ്മുടെ നാടിന് വേണ്ടി ഇവിടുത്തെ ജനങ്ങൾ മുഴുവനും ഒന്നിച്ചു നിൽക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളെ ഈ കൊച്ചു വീഡിയോ. ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോയുമായിട്ട് എന്തായാലും ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വരും. അതുവരേക്കും ബൈ ബൈ.